ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്നിട്ട് എല്ലാവരുടെ വിശേഷം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ കുറച്ച് സാരികൾ കാണിച്ചു, മഴമഴ സാരികൾ, കോട്ടൺ സാരികൾ. ഇത്തവണത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് 2 കോട്ടൺ സാരി ഉണ്ട്, പിന്നെ കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ള നല്ല കിഡു സാരീസ് ആണ്, നല്ല കിടിലൻ സാരീസ് ആണ്. നല്ല പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ നോക്കി വാങ്ങിയിട്ടുള്ള കുറച്ച് സാരീസ് ആണ് ഫ്രം ആമസോൺ. അപ്പോൾ എല്ലാവരുടെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാൻ ആവശ്യമുള്ളവർ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സാരി നല്ല ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പൗഡർ ബ്ലൂ കളറാണ്, ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, പേസ്റ്റൽ ബ്ലൂ കളറാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൽ അവർ കൊടുത്തിട്ടുള്ള ത്രെഡ് വർക്കാണ്, വൈറ്റ് കളറിലുള്ള ത്രെഡ് വർക്ക്. ബോർഡറിലും ബോഡിയിലും കുഞ്ഞു കുഞ്ഞു പൂക്കൾ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. ഇവരുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്, കാരണം നല്ല പാക്കേജിങ്, സൂപ്പർ പാക്കേജിങ് ആയിരുന്നു. പിന്നെ ഈ സാരിയുടെ എന്താ പറയുക, ബോർഡറിൻ്റെ അറ്റത്ത് അരുവിൽ ഇങ്ങനെ കണ്ടു നാനാ പോലെയുള്ള പാറ്റേൺ ഒക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫുൾ ബോഡി അങ്ങനെയാണ് ഈ ഒരു സാരി ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാരിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതിൻ്റെ കൂടെ നമുക്ക് ബ്ലൗസ് പീസ് വന്നിട്ടുണ്ട്. ബ്ലൗസ് പീസ് വരുന്നത് ഒരു വൈറ്റ് പ്ലെയിൻ കളറിലുള്ള ഒരു മെറ്റീരിയൽ ആണ് ബ്ലൗസ് പീസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സാരി വന്നിട്ട് ഇതൊരു ജോർജറ്റ് സാരിയാണ്, എംബ്രോയിഡറി ബോർഡർ വരുന്ന ഒരു ജോർജറ്റ് സാരി. ഇതാ കണ്ടു, ഇങ്ങനെയാണ് ആ ഒരു സാരി വരുന്നത്. ഇതിൽ കളർ ചേഞ്ചസ് ഉണ്ട്, കുറേ കളർ ചേഞ്ചസ് ഉണ്ട് കണ്ടു. വേറെ കുറേ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ വാങ്ങിക്കാം. നല്ല ലാവെൻഡർ കളർ വരുന്നുണ്ട്. എനിക്ക് കൺഫ്യൂഷനായി, ലാവെൻഡർ വേണോ അതോ ഈ ഒരു കളർ പൗഡർ ബ്ലൂ വേണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക് വരുന്നുണ്ട്, ബ്ലാക്ക് കുറേ പേരുടെ ഫേവറേറ്റ് അല്ലേ. പിന്നെ ഇതാ കണ്ടോ, ലാവെൻഡർ കളർ കാണുന്നുണ്ടോ, യെല്ലോ ഗ്രീൻ, നല്ല ആപ്പിൾ ഗ്രീൻ ഇല്ലേ, ആ ഒരു കളറൊക്കെ വരുന്നുണ്ട്, ഓറഞ്ച്. അടുത്ത നമ്മുടെ സാരി വന്നിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ജോർജറ്റ് സാരി തന്നെയാണ്, ഒരു പ്രിന്റഡ് സാരിയാണ്. പാർട്ടി വെയർ പോലെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കാഷ്വൽ വെയർ ആയിട്ടും ഇത് യൂസ് ചെയ്യാം. നമ്മുടെ സാരി ഇങ്ങനെയാണ് വരുന്നത്, നല്ലൊരു വൈറ്റ് കളറിൽ ഗ്രേ ആൻഡ് ഓറഞ്ച് കളറിൽ ലീഫ് പ്രിന്റ് ഒക്കെ വരുന്ന ഒരു സാരിയാണ്. സാരിയുടെ ബോർഡറിൽ കണ്ട് കുഞ്ഞു ഒരു ബ്ലാക്ക് കളർ ലേസ് വർക്ക് വരുന്നുണ്ട്, നല്ല രസമുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഈ ഒരു സാരി എന്താ പറയുക, ഇങ്ങനെ ഇഴുകി കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ, ഒതുക്കുള്ള ടൈപ്പല്ല, ജോർജറ്റ് സാരി അല്ലേ. ഈ ഒരു സാരിയുടെ കാര്യം എന്നിട്ട് ഞാൻ നിങ്ങളോട് വാങ്ങിക്കണം എന്ന് പറയണില്ല, കാരണം ചില ജോർജറ്റിൻ്റെ ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ടോ. ഞാൻ നേരത്തെ കാണിച്ച ജോർജറ്റ് സാരി നല്ല സാരിയാണ് കേട്ടോ, അത് നല്ല ജോർജറ്റാണ്. ഇത് അവർ ജോർജറ്റ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇത് ഷിഫോൺ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഈ ലേസ് വെച്ചിട്ടില്ലേ, ഈ ലേസ് വെച്ചതിൻ്റെ സൈഡിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ പിന്നി നിൽക്കണ പോലെ, അതായത് നൂലിങ്ങനെ ഇങ്ങനെ വിട്ട് വരുന്ന ചില മെറ്റീരിയൽസ് കണ്ടിട്ടില്ലേ, ചില ജോർജറ്റ് ഷിഫോൺ അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ നൂലിങ്ങനെ വിട്ട് വരും. അങ്ങനെ ഇതിൻ്റെ നൂല് വിട്ട് വരുന്നുണ്ട് കേട്ടോ, സൈഡിലൊക്കെ ഈ ലേസ് വെച്ചിട്ടുള്ളടത്ത്. അപ്പം എനിക്ക് ഈ മുറിച്ചെടുത്തിട്ടുള്ള ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ നൂല് നമ്മുടെ മുന്താണിയുടെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നൂലുകൾ ഇങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്രയും നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ ഇത് വാങ്ങി കാശൊന്നും കളയേണ്ട, കാണാൻ ഭംഗിയുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ നൂല് ജസ്റ്റ് ഇങ്ങനെ പിന്നി നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് റെഡി ടു വെയർ സാരിയാണ്. അടുത്തതും വരുന്നത് ഒരു ഇങ്ങനെ ഇഴുകി കിടക്കുന്ന ടൈപ്പ് ഒരു സാരി തന്നെയാണ്, ഒരു പോളിസ്റ്റർ അല്ലാന്ന് തോന്നുന്നു. ഇത് ഏതാ മെറ്റീരിയൽ നോക്കട്ടെ കേട്ടോ. എനിക്കിങ്ങനെ മെറ്റീരിയൽസിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയാൻ അങ്ങനെ വലിയ വശമൊന്നുമില്ല. ഇത് സാറ്റിൻ സാരിയാണ്, എന്താ വുമൺസ് സാറ്റിൻ ഹാൻഡ് പ്രിന്റ് സാരിയാണ്. നല്ല ബേബി പിങ്ക് കളറ്, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല പാറ്റേൺ ആണ്. കണ്ടോ, ഷെൽ വർക്കൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത് കേട്ടോ. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നാനാന വെച്ചിട്ടുള്ള ആ ഒരു എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ വന്നിട്ട് ആ ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ ഒക്കെയാണ്. ആ ബോർഡറിൻ്റെ ഭാഗത്ത് കുഞ്ഞു ലേസ് വർക്ക് വരുന്നുണ്ട്, പിന്നെ ഫ്ലവർ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. നല്ല സിമ്പിൾ ആയിട്ടുള്ള സാരിയാണ്, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. എന്നിട്ട് വീണത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ ബ്ലൗസ് പീസ് വരുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ ബോഡിക്ക് വരുന്ന അതേ പ്രിന്റിൽ വരുന്ന അതേ ഒരു പാറ്റേൺ വരുന്ന ബ്ലൗസ് പീസാണ് നമുക്കൊരു തരുന്നത്. ഇതേ കണ്ടോ, ഇങ്ങനെ ഒരു ബ്ലൗസ് പീസ്. വേറെ പ്രത്യേകിച്ച് ഇതിനെ പറ്റി ഒന്നും പറയാനില്ല, നല്ല ബേബി പിങ്ക് കളറാണ്. ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന, അങ്ങനെ ഇഴുകി കിടക്കുന്ന ടൈപ്പ് ആണ്, സാറ്റിനാണ്, നല്ല സാറ്റിനാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇത് ഐസിലൊക്കെ നല്ല എന്താ പറയുക, നല്ല പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ എടുത്തത് വന്നിട്ട് ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു മംഗൾ സാരിയാണ്. 6 പാറ്റേൺ ഇതിൽ വരുന്നുണ്ട്, എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ട്. എംബ്രോയിഡറി അല്ല, ബ്ലോക്ക് പ്രിൻസ് ആണ്. ഇത് കണ്ടോ, ഇങ്ങനെ വരുന്നൊരു സാരിയാണ്. ഇതിൻ്റെ ഒരു ഇത് കണ്ടോ, ഇത് നമ്മുടെ ബ്ലൗസ് പീസാണ് കേട്ടോ.
ഇത് മൾമൽ കോട്ടൺ സാരിയാണ്, അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. ഞാൻ ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾ വാങ്ങുന്നെങ്കിൽ ഈ ഒരു സീസണിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മൾമൽ സാരീസ് വാങ്ങി യൂസ് ചെയ്യാം. ഇങ്ങനത്തെ സാരി ഞാൻ ജോർജറ്റൊന്നും വാങ്ങണം ഞാൻ പറയില്ല, അത് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങി നോക്കിയാലോ എന്ന് വെച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോഡിയിലോട്ട് നമുക്ക് വരുന്ന ഈ ഒരു വൈറ്റ് കളറാണ്. വൈറ്റ് കളർ ബോർഡർ വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കളറിലുള്ള ബോർഡർ വരുന്നുണ്ട്. ഫുൾ ഇങ്ങനെ ഒരു വൈറ്റ് കളർ വന്നിട്ട് നമ്മുടെ തലപ്പിൻ്റെ ഭാഗത്തോട്ടാണ് ഈ ഒരു റെഡ് വരുന്നത് കേട്ടോ. ഈ ഒരു റെഡ് മുന്താണിയുടെ ഭാഗത്തോട്ടാണ് ഈ ഒരു ഭാഗം, ഈ ഒരു പോർഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സാരി ഇതും നല്ല ഭംഗിയുണ്ട്. നമുക്കൊരു എത്തനിക് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനത്തെ ഒരു കോട്ടൺ സാരിയും കുറച്ച് എക്സറീസ് ഒക്കെ വെച്ച് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിഡൈസർ സിൽവറിൽ വരുന്ന എക്സറീസ് ഇതിൻ്റെ കൂടെ നന്നായിട്ട് പോകും. അല്ലെങ്കിൽ ഓക്സിഡൈസർ ഗോൾഡിൽ വരുന്നതോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ, കിടയിലും കാണാനായിട്ട്. വേറെ ഒന്നും പറയണ്ട. അത് വരുന്നത് ചെട്ടിനാട് കോട്ടൺ സാരിയാണ്. അങ്ങനെ ഇല്ലല്ലേ? അതെ, ചെട്ടിനാട് കോട്ടൺ സാരി വിത്ത് ബ്ലൗസ് പീസ് ഉണ്ട് ഇതിൻ്റെ കൂടെ. ഇങ്ങനത്തെ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ ചെക്കേഡ് ആയിട്ടുള്ള സാരികൾ നല്ല രസമാണ്. ഞാൻ ഇത് എങ്ങനെ നോക്കിയിട്ടാണെന്നറിയോ വാങ്ങിയത്? നമ്മുടെ സീതാരാമം സിനിമ ഇറങ്ങിയില്ലേ, അപ്പം അതിൽ ആ ഒരു ആക്ട്രസിന് ആ ഒരു സോങ് സീനിൽ ആക്ട്രസ് ഇതുപോലത്തെ ഒരു പാറ്റേണിൽ ഒരു സാരി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊരു കാഷ്വൽ ലുക്ക് വരുന്ന സാരിയാണ്. നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, ചെറിയ ചെറിയ ഫംഗ്ഷനുകൾക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം. നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സുഖമുള്ള സാരിയാണ് കൊടുക്കാനൊക്കെ ആയിട്ട്. ഇങ്ങനത്തെ ബോർഡർ വരുന്നുണ്ട്. ഇത് പക്ക ട്രഡീഷണൽ എത്തിനിക് വെയർ ആയിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ. ഇത് പക്ക ട്രഡീഷണൽ സാരിയാണ്. ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തു. പിന്നെ എന്താ പ്രത്യേകിച്ച് ഇതിൽ ബ്ലൗസ് പീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊരു യെല്ലോ ബ്രൗൺ ആ ഒരു കോംബോ വരുന്ന ഒരു സാരിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാരിയുടെ മുന്താണി വരുന്നത് എന്താ ഈ ഒരു പോർഷനാണ്. ഇങ്ങനെ കുറച്ച് ലൈൻ ഇട്ടിട്ട് ഗോൾഡൻ കളറിലുള്ള കണ്ടോ കുറച്ച് കസവ് സംഭവങ്ങളും കാര്യങ്ങളും കസവൊക്കെ വരുന്നുണ്ട്. ഇതിന് തലപ്പിൻ്റെ അവിടെ അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് വരുന്നത് മുന്താണി. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് സെയിം ഈ ഒരു മെറ്റീരിയലുള്ളതാണ് കേട്ടോ. ബ്ലൗസ് പീസ് ഈ ഒരു ബോർഡറൊക്കെ വരുന്ന സെയിം മെറ്റീരിയലാണ് ബ്ലൗസ് പീസ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സാരിനെ പറ്റി പറയാനായിട്ട്. എനിക്ക് എന്തായാലും പ്രതീക്ഷിച്ച പോലെ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഉടുക്കുമ്പോൾ കുറച്ച് പൊന്തി നിൽക്കുന്ന സാരിയാണ്, പൊന്തി നിൽക്കുന്ന ടൈപ്പാണ്. ഹാൻഡ്ലൂം സാരിയാണ്, അതുകൊണ്ട് കുറച്ച് വിലയുണ്ട് ഈ ഒരു സാരിക്ക്. ഹാൻഡ്ലൂം സാരികൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. കോട്ടൺ സാരികൾ ഭയങ്കര സുഖമാണ്. ഈ ഒരു സമ്മർ സീസണിലൊക്കെ പല വെറൈറ്റി കോട്ടൺ സാരികളുണ്ട്. ഇതതിൽ ഹാൻഡ്ലൂം സാരികളായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാരികൾക്ക് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പക്ക ട്രഡീഷണലാണ് ഈ ഒരു സാരി വന്നിട്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കാം. ബൈ.